എനിക്ക് ഫ്രാഞ്ചൈസി എന്ന് പറയാൻ എനിക്ക് ദൃശ്യമുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് തന്നെയാണ് ടൂവിലും, അത് തന്നെയാണ് ത്രീയിലും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഒത്തിരി പേര് ത്രീ അനൗൺസ് ചെയ്തപ്പോ അതിന്റെ താഴെ ടൂവിന്റെ സ്ക്രിപ്റ്റിംഗ് ഭയങ്കരമായിരുന്നു, അതിന്റെ മുകളിലുള്ള ഒരു സിനിമ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ ചില ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു അതിന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജോർജ് കുട്ടി ആൻഡ് ഫാമിലി അവരുടെ ലൈഫിൽ അന്ന് 6 വർഷം അല്ലെങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് ചിന്തിച്ച് ഓർഗാനിക്കലി ഇത് ചെയ്തു. അതിനകത്ത് ജോർജ് കുട്ടിയുടേതായ ചില ക്യാരക്ടറിന്റെ ഇത് ആ ഒരു പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ട് അത് വേണം. കാരണം ജോർജ് കുട്ടിയുടെ ചില സവിശേഷതകൾ, ചില ഇതുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ ക്യാരക്ടർ ഇല്ലാതെ പോകും. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും, റാണിക്ക് ഒരു ക്യാരക്ടറുണ്ട്, മക്കളുടെ ക്യാരക്ടറാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിനകത്ത് അനു എന്ന് പറയുന്ന ക്യാരക്ടർ തീരെ കൊച്ചായിരുന്നു, ടീൻസിൽ മാറി തുടങ്ങി എന്ന് പറയുന്നവർ. അപ്പൊ ഓർഗാനിക്, പിന്നെ സറൗണ്ടിങ്സിൽ ആൾക്കാര്, ഫസ്റ്റില് ഓഡിയൻസ്, അവിടുത്തെ സിനിമയ്ക്കകത്തെ ജോർജ് കുട്ടിയുടെ നെയ്ബേഴ്സ് അടക്കമുള്ള സൊസൈറ്റി ജോർജ് കുട്ടി ഇന്നസെന്റ് ആണെന്ന് വിശ്വസിച്ചിരുന്നു. സെക്കൻഡ് വന്നപ്പോഴത്തേക്കും അതൊന്നുമല്ല, ദർ ഇസ് സംതിങ് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഇത് മാറി. അപ്പൊ അതൊരു ഓർഗാനിക്കലി അതിനുള്ള ഒരു അപ്രോച്ച് ഇത് തന്നെയാണ് ത്രീയിലും. അല്ലാതെ സെക്കൻഡ് ഇങ്ങനെ ഹിറ്റ് ആയതുകൊണ്ട് ത്രീ ഇങ്ങനെ ഹിറ്റ് ആക്കാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയല്ല. എനിക്ക് ദൃശ്യം ഫ്രാഞ്ചൈസിൽ എന്റെ അപ്രോച്ച് ആ ഫാമിലിയുടെ ആ ലൈഫിൽ എന്തൊക്കെ വരുന്നു എന്നുള്ള അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ത്രീ വരുമ്പോ അത് മനസ്സിലാവും. കാരണം ത്രീ ഈ പറഞ്ഞ പോലെ ടു വൺ പോലെ അല്ലായിരുന്നു, ടു പോലെയല്ല ത്രീ.